നമഃശിവായ ശിവമാർഗം. ഈ യാത്ര 108 ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട വളരെ പുരാതനമായ അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ നിന്നും 4 കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലത്തെ ആവട്ടിപ്പുത്തൂർ ആണത്രേ അവിട്ടത്തൂരായത്. നമോ ദിവ്യതേജം നമഃ കാമഭസ്മം നമഃ ശാന്തശീലം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. സദാ തീർത്ഥസിദ്ധം സദാ ഭക്തരക്ഷം സദാ ശൈവ പൂജ്യം. സാമാന്യം വലിയ വട്ടശ്രീകോവിലാണ്. അതിൽ കാണുന്ന വലിയ ശിവലിംഗം കിരാതമൂർത്തി സങ്കല്പത്തിലാണ്. പടിഞ്ഞാട്ടാണ് ദർശനം. എന്നാൽ ദക്ഷിണാമൂർത്തി ഉമാമഹേശ്വര സങ്കല്പവുമുണ്ട്. സദാ തീർത്ഥസിദ്ധം സദാ ഭക്തരക്ഷം സദാ ശൈവ പൂജ്യം സദാ ശുദ്ധഭസ്മം സദാ ധ്യാനയുക്തം സദാ ജ്ഞാനതൽപം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. പ്രൗഢിയോടുകൂടിയ മഹാക്ഷേത്രം. ചുറ്റുമതിലും 4 വശത്തെ ഗോപുരങ്ങളും കൊടിമരവും പ്രദക്ഷിണവരിയും ക്ഷേത്രമുറ്റത്തെ പുൽത്തകിടിയും എല്ലാം അതിമനോഹരം തന്നെ. ശരീരം ഗയാനാം സദാ ചർമ്മവേഷ്ടം പിശാചം നിശോചം പശൂനാം പ്രതിഷ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. ശ്മശാനം ഭയാനം മഹാസ്ഥാനവാസം ശരീരം ഗയാനാം സദാ ചർമ്മവേഷ്ടം പിശാചം നിശോചം പശൂനാം പ്രതിഷ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. നമസ്കാര മണ്ഡപത്തിന് മുകളിൽ കലാവിരുതോടെ രചിച്ച പാലാഴി മഥനം കഥയും ശ്രീകോവിലിന് മുകളിലുള്ള കിരാതം കഥയും അതിമനോഹരമായിരിക്കുന്നു. ചിതാഭസ്മലേപം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. ക്ഷേത്രമുറ്റത്തെ ബലിക്കൽ, കൽവിളക്കുകൾ മുതലായവ ശ്രദ്ധിച്ചാൽ ക്ഷേത്രത്തിന്റെ പൗരാണികത മനസ്സിലാവും. ഉത്സവം മകരമാസത്തിലാണ്. തിരുവാതിര ആറാട്ടായി 10 ദിവസം ആഘോഷിക്കുന്നു. കൂടാതെ ശിവരാത്രിയും ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം മിഥുനമാസത്തിലെ മകം നക്ഷത്രത്തിലും വിപുലമായി കൊണ്ടാടുന്നു. പ്രസിദ്ധമായ അവിട്ടത്തൂർ ശാസനം ക്ഷേത്രത്തിന്റെ പ്രാചീനതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. ശിരശുദ്ധ ഗംഗാ ശിവാവാമഭാഗം വപുതീർത്ഥകേശം സദാ മാം ത്രിനേത്രം ഫണീനാഗകർണം സദാ ബാലചന്ദ്രം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം ഭജേ പാർവതി വല്ലഭം നീലകണ്ഠം. കരേശൂലധാരം മഹാകഷ്ടനാശം സുരേശം വരേശം മഹേശം ജനേശം
धरे चारुरीशं भजेशं गिरीशं भजे पार्वतीवल्लभं नीलकण्ठं भजे पार्वतीवल्लभं नीलकण्ठम् ഉപദേവതകൾ ഗണപതി, നാഗരാജാവ്, നാഗയക്ഷി, അയ്യപ്പനും നന്ദിയുമുണ്ട്. ക്ഷേത്രത്തിനകത്തുള്ള ഹോമകുണ്ടത്തിനടുത്ത് അഗസ്ത്യമുനിയുടെ പ്രതിഷ്ഠയുമുണ്ട്. അഗസ്ത്യമുനി തപം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലത്ത് അഗസ്ത്യ ക്ഷേത്രവുമുണ്ട്. ഇപ്പോൾ ക്ഷേത്രം ഭാരതീയ പുരാവസ്തു ഗവേഷണ വകുപ്പിന്റേതാണ്. ക്ഷേത്രത്തിലെ നിത്യനിദാനങ്ങൾ നാട്ടുകാരുടെ ഉത്സാഹത്തിൽ നടക്കുന്നു. ദർശന സമയം രാവിലെ 5 മണി മുതൽ 10 വരെയും വൈകിട്ട് 5:30 മുതൽ 7:30 വരെയുമാണ്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രത്തിൽ പിന്നീട് അഗസ്ത്യമുനി സാന്നിധ്യം ചെയ്ത് ഗ്രാമവാസികൾക്ക് നേതൃത്വം നൽകി ക്ഷേത്രാചാരങ്ങൾക്ക് രൂപം നൽകിയതാണെന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്ത് താഴെ കീഴ്തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമുണ്ട്. അതിനു മുന്നിൽ ചൈതന്യമുള്ള ഒരു ആദിശങ്കരന്റെ ശില്പവും കണ്ടു. അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശം.